നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ സ്റ്റോൾ. ഇന്നത്തെ വീഡിയോ അതായത് 2/7/2026 വ്യാഴാഴ്ച രാവിലെ റബ്ബർ വില വീണ്ടും കൂടുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ മിക്ക ആൾക്കാരും വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ടാപ്പിംഗ് അനുകൂലമായ കാലാവസ്ഥയാണ്. റബ്ബർ ബോർഡ് കോട്ടയം ബോർഡ് RSS 4 കിലോ 268, RSS 5 കിലോ 264, ISN 20 230, ലാറ്റക്സ് 60% DRCൽ 170 രൂപ 15 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 268, RSS 5 കിലോ 264. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 260, RSS 5 കിലോ 257. ദേശീയ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 261 രൂപ 3 പൈസ, RSS 5 കിലോ 262 60 പൈസ. മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 258, ലോട്ട് കിലോ 225 മുതൽ 230 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRCയുള്ള ഒട്ടുപാൽ കിലോ 170, 60% DRCയുള്ള ഒട്ടുപാൽ കിലോ 127 രൂപ 50 പൈസ. ഇനി ഫീൽഡ് ലാറ്റക്സ് 237 രൂപ, 2 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഫാക്ടറി വില 247. വിശദമായി നോക്കുമ്പോൾ 25% DRCയുള്ള 200 ലിറ്റർ ബാരലിന് 11,850, 30% DRCയുള്ള 200 ലിറ്റർ ബാരലിന് 14,220, 35% DRCയുള്ള 200 ലിറ്റർ ബാരലിന് 16,590. ഇനി കർണാടക വില നോക്കുമ്പോൾ RSS 3 263, RSS 4 262 50 പൈസ, RSS 5 കിലോ 257 50 പൈസ, ലോട്ട് കിലോ 220. ഇതുപോലുള്ള അവിടുത്തെ വില 159. ഇനി കേരളത്തിലെ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 260, RSS 5 കിലോ 256, ISN 20 216 50 പൈസ മുതൽ 217 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRCയിൽ ഒട്ടുപാൽ കിലോ 143 മുതൽ 155 രൂപ. ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. മറ്റു വില നോക്കുമ്പോൾ സ്വർണം 22 ക്യാരറ്റ് 12,905, 1 പവൻ 1,03,240. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 115 രൂപ, 1 പവൻ്റെ മുകളിൽ 920 രൂപയാണ് കുറഞ്ഞത്. തേങ്ങ നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 70, പച്ചത്തേങ്ങ 35 മുതൽ, വെളിച്ചെണ്ണ ലിറ്റർ 330, മില്ല് നാടൻ വെളിച്ചെണ്ണയ്ക്ക്. കൊപ്ര എടുത്തപടി 129, അടയ്ക്ക പുതിയത് 360, കാഞ്ഞിരക്കുരു 1850, കയർ ഇടക്കയർ 10, കരിപ്പട്ടിക്കയർ 10 മുതൽ 15, ജാതിക തൊണ്ടോടുകൂടി 350, ഗ്രാമ്പു 810, നാടൻ ഗ്രാമ്പു 930, കുരുമുളക് അൺകാർബിൾ കിലോ 701, കുരുമുളക് പുതിയത് 691, കുരുമുളക് കാർബിൾ കിലോ 721, കാപ്പിക്കുരു ക്വിൻ്റൽ 36,000, വയനാടൻ കുരുമുളക് 700, ചേട്ടൻ 690 രൂപ. 2000 ക്ഷേമ പെൻഷൻ ഇപ്പോൾ 2000 കിട്ടാവുന്ന സ്ഥാനത്ത് ഇനി 3000-ത്തിലേക്ക് പോവുകയാണ്. UDF സർക്കാരിൻ്റെ പ്രകടന പത്രിക നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് VD സതീശൻ സർക്കാർ. ഇതിനായി ഏവരും മസ്റ്ററിങ് നടത്തേണ്ടതാണ്. കാരണം അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി, അതിൻ്റെ വരുമാനം കൂടിയോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി എല്ലാവരും അതിൻ്റെ ഡീറ്റെയിൽ അക്ഷയ വഴിയോ ഓൺലൈൻ സെൻറ്റർ വഴിയോ കൊടുക്കണം. പെട്ടെന്ന് അക്ഷയ സെൻറ്ററിലോ ഓൺലൈൻ സെൻറ്ററുകളിൽ മസ്റ്ററിങ് നടത്തി ക്ഷേമ പെൻഷൻ വാങ്ങുക. ഇതോടുകൂടി ഈ വീഡിയോയുടെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.